നമ്മളിവിടെ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബിരിയാണിക്കുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കും. അപ്പം ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുവാണ്. ഇതിൻ്റെ അകത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തക്കാളി എല്ലാം കൂടെ ചാരച്ച് വെച്ച ഗ്രേവി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, ചിക്കൻ മസാല. ചിക്കൻ മസാല തന്നെയാണോ? ചിക്കൻ മതി. ചിക്കൻ മസാല ഇത്രയും ചേർത്ത് വെക്കുവാണ്. ഇനി ഇത് വറുത്തെടുക്കണം. ഞാനിതിൻ്റെ അകത്ത് 2 സൈസ് മുളക് ചേർത്തിട്ടുണ്ട്. അത് ഇത്രയും കളർ കാശ്മീരി. ഉപ്പിട്ടില്ല. അവിടെ ഉപ്പിരിമുട്ടല്ലോ. ഉപ്പിട്ടില്ല. എൻ്റെ അച്ഛൻ കൈവച്ചിട്. അയ്യോ ഉപ്പ പണി. അല്ല, അത് മൊത്തത്തോടെ ഇട്ട് കഴിഞ്ഞാൽ ഇതായി പോകും. ഉപ്പങ്ങ് മറിഞ്ഞു പോയാൽ തീർന്നു ചിക്കൻ്റെ പണി. മതി. അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പോകും. എന്ത് ചെയ്യും? നമ്മുടെ ചിക്കനെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിന് ഇത് വറുക്കണം. കറിക്കുള്ള എടുത്ത് വെച്ചിട്ടുണ്ട്. ബിരിയാണിയുടെ മസാലയ്ക്കിടാനുള്ള എടുത്തിട്ടുണ്ട്. സബോള വറുക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചോറിനുള്ള നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വേണ്ട, ചിക്കൻ മസാല ഇട്ടില്ല. അരി കഴുകി വെച്ചിട്ടുണ്ട്. മസാല ഇതെല്ലാം കൂടെ അരച്ച് പുതിനയിലയും മല്ലിയിലയും എല്ലാം കൂടെ അരച്ച് വെച്ചാണ്. പറഞ്ഞു ഇത് നമ്മള് ഇതിൻ്റെ അകത്തല്ല റെഡിയാക്കുന്നത്. ഞാൻ ഇതിൻ്റെ അകത്ത് ഇതെല്ലാം വറുത്തിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ ചിക്കൻ ബിരിയാണി വെക്കാം എന്ന് വെച്ചാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് നെയ്യ് വെച്ച് വറുത്തിട്ട് സബോളയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ വറുത്തിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ കറിയും വെക്കാം. ആ എണ്ണയ്ക്കകത്ത് തന്നെ കറിയും വെക്കാം. പിന്നെ ബിരിയാണിക്ക് ദമ്മും ഇതിൻ്റെ അകത്ത് അട്ടിയുള്ള മാത്രമേ. നമ്മുടെ ചട്ടിയൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട്.
നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യുടെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കും. നമ്മൾ ഈ ഇറച്ചി കൂടെ വറുക്കാനുള്ള പരുവത്തിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇറച്ചിക്ക് പ്രത്യേക എണ്ണ ചേർത്ത് കൊടുക്കണം. വറുത്തു വരുന്നില്ല, ഒരു ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആക്കപ്പെടും. നമ്മുടെ ഈ കശുവണ്ടിയൊക്കെ ഒന്നായിട്ട് ഇരുന്നുകൊണ്ട് ഞാനത് രണ്ടാക്കി. നമ്മുടെ എണ്ണ ഏതാണ്ടൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ചൂടാകാനുണ്ടായിരുന്നത്. ചൂടായി വരട്ടെ. നമ്മൾ ഈ ഉരുളി ആയതുകൊണ്ടേ ചൂടായി വരാൻ ഇച്ചിരി താമസം. അത് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ പതിയെ എന്തെങ്കിലും കൂടെ സൈഡിലോട്ട് മാറ്റി പെട്ടെന്ന് കൂടിയില്ലെങ്കിൽ പണിക്കും. ഞാനത് പെട്ടെന്ന് കൂടി എടുക്കട്ടെ. പെട്ടെന്ന് കൂടിയില്ലെങ്കിൽ മൊത്തം കരിഞ്ഞു. ബിരിയാണിയൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഒത്തിരി വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്ന് എപ്പോഴും ഇറച്ചിയും ബീഫും ചോറും ഒക്കെ അല്ലേ, പിന്നെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആ ബിരിയാണി ഞാനിടുന്ന വീഡിയോ എടുത്തിട്ടേക്കാം എന്ന് വിചാരിച്ചാണ്. ബിരിയാണി പല സൈസ് ബിരിയാണി ഉണ്ടാക്കി വീഡിയോ ഇട്ടിരുന്നു. സബോള ഇട്ടു. ഇത് ബിരിയാണിക്കകത്ത് ഇത് സബോള വറുത്ത് പോരാണല്ലോ ഇങ്ങനെ. ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരണം. ഇതിനൊരു ടിപ്പുണ്ട്. ലാസ്റ്റ് ഒരു ലൈറ്റ് മഞ്ഞ കളറാകുമ്പോൾ ഒരു തുള്ളി പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പിയായിട്ട് കിട്ടും. നുള്ളു പഞ്ചസാര ഇത്തിരി ഇടല്. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി മുരിയട്ടെ. നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഇറച്ചി വേവിക്കാൻ പോകും, വറുക്കാൻ പോകണം. മൊരിയുന്ന സമയത്ത് ഇവിടെ നമ്മുടെ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ അതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പം അത് ചൂടായി വരട്ടെ. അതിൻ്റെ അകത്തുള്ള ആവശ്യമുള്ള സാധനമെല്ലാം ഇട്ട് കൊടുക്കും കേട്ടോ. കുരുമുളക്, തക്കോലം എല്ലാം, സാജീരകം ഉള്ള ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്തു. കറിയാമ്പൂ ഇട്ടു.
കുറച്ച് സബോള ഇട്ട് കൊടുക്കും. വെള്ളം വന്നു ഇതിൻ്റെ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ 1 കിലോ അരി എടുത്തേക്കുന്ന അതിനാവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ആ റൈസിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിച്ചിട്ട് കുറഞ്ഞു അതിന് കുഴപ്പമില്ല, പിന്നിട്ട് കൊടുക്കാം, മൂടിപ്പോകില്ല. പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞ് അത് 2 ചോറ് തമ്മിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇത്രയും സാധനങ്ങൾ നമ്മൾ ചെയ്തിന്. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ അരി ഇട്ട് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഞാൻ കൈമാ റൈസാണ് എടുത്തേക്കുന്നത്. അതിനാകുമ്പം ഇച്ചിരി തിളച്ച് കഴിഞ്ഞ് ഒന്ന് അടച്ച് വെച്ച് അത് വറ്റി വന്നു. അതിനുള്ള വെള്ളമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. നമ്മുടെ സബോള വാടി വന്നിട്ടുണ്ട്. ചൂടൊന്ന് ഫ്രൈ ആകും. സബോളയെല്ലാം ഞാൻ വാരുവാണേ. ഇച്ചിരി കൂടെ മൂക്കാനുണ്ടെന്ന് തോന്നും, പക്ഷെ നമ്മൾ വാരി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും മതി. ഇത് ഉരുളിയും കൂടെ ആയതുകൊണ്ട് തീ കുറച്ച് വിട്ടാൽ അതിന് നല്ല ചൂട്. ചിക്കന് കുറച്ച് നേരം ആയുള്ളൂ വെച്ചിട്ട്, എന്നാലും നമുക്ക് സമയം പോയിട്ടുണ്ട്. ഇത്തിരി നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നില്ല. ചിക്കൻ ഇടാൻ പോവാണ്. ഉണ്ടാതെ ഈ ഒരു പരുവത്തിൽ കിട്ടും. നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ കാലിട്ട് കൊടുക്കുക. രണ്ട് പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാൻ വരും. ഒന്ന് ചുറ്റ് കഴിഞ്ഞാൽ ഇനി അടുത്തതിന് നമ്മുടെ അരി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ അതിനകത്തോട്ട് പതിയെ ഇട്ട് കൊടുക്കണം. അരി തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ അരി ഇട്ട് കൊടുക്കുക. എന്താ കൈമാ റൈസ്. സമയത്തോടെ ചിക്കൻ മറിഞ്ഞു കരളാണ് പൊട്ടിക്കറി. ആ വറുത്ത എണ്ണയ്ക്കകത്തോട്ട് സബോള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ബിരിയാണിക്കുള്ളൊരു അച്ചാർ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. ഇതെന്തുവാന്ന് വെച്ചാൽ നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ തോടാണ്. അത് ഞാൻ ഉപ്പ് വെള്ളത്തിൽ വേവിച്ചെടുക്കും. അതിനകത്ത് ലാസ്റ്റ് ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കും. കൈപ്പോറും ഇത് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം വാടി കഴിയുമ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയാകും. നിങ്ങളുടെ റൈസ് കറക്റ്റ് പരുവത്തിലിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു ചെറിയതായിട്ടൊരു ദമ്മും കൂടെ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇത്രേ വേവയായിട്ടുള്ളൂ. ഉണ്ടാകും ചെറുതായിട്ടൊരു ദമ്മും കൂടെ ആകുമ്പോൾ അടിപൊളി. അപ്പോൾ അത് വെന്തിരിക്കുക. ഇനി ഇത് നന്നായിട്ട് വാടി കഴിയുമ്പോൾ
ഞാൻ ആ സമയത്ത് ഇതിനുള്ള വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് നോക്കട്ടെ. തക്കാളി, മല്ലിയില എല്ലാം കൂടെ അരച്ച് വെച്ചില്ലേ, ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളി എല്ലാം കൂടെ ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എല്ലാം കൂടെ ഒരു തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് വാട്ടി ഇനി ഇതിനകത്ത് മസാലയൊക്കെ ചേർക്കാൻ പോവാണേ. നന്നായിട്ട് പാടി വന്നു, നല്ല രീതിയിൽ പാടി. നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി അത്. ഇതെവിടെ എവിടെ പോയോ വാങ്ങിച്ചേ? പാലാച്ചൻ്റെ കടയിൽ ഇതൊന്നും കിട്ടുന്നില്ല. ഞാൻ ഇന്നാണ് ആ ചേട്ടൻ്റെ അവിടെ പോയാൽ വാങ്ങിച്ചത്. നമുക്ക് ഈ ചേട്ടൻ്റെ അവിടെ നിന്ന് വാങ്ങിച്ചത്. പാലാച്ചൻ്റെ കടയിലെ സാധനം കൊള്ളത്തേക്ക്. മഞ്ഞപ്പൊടി, ഇപ്പം നമ്മളിതിൻ്റെ അകത്ത് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാല ഞാൻ ഇവിടെ നമ്മൾ പൊടിച്ചെടുത്ത സ്വന്തമായിട്ട് പൊടിച്ചെടുത്ത മസാല ഇത്രയും സാധനം ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് വാട്ടണം. നല്ല ആ മസാലയുടെ എപ്പോഴും പറഞ്ഞിട്ട് മസാലയുടെ പച്ചമണം മാറുന്നവരെ മസാല ഇളക്കി കൊടുക്കും. ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച മിക്സിക്കകത്തോട്ട് ഞാൻ എല്ലാ വെള്ളവും കൂടെ ഒഴിച്ചു, എന്നിട്ട് വെള്ളം ഒഴിച്ച് വെച്ചു. അപ്പോൾ ആ ഒരു ഗ്രേവി കളയണ്ടല്ലോ. അപ്പോൾ ആ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് ഇതിൻ്റെ അതോടെ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കണം. നമുക്ക് ആ മസാലയൊക്കെ പുരട്ടി വെച്ച ആ ചാറില്ലേ, അതുണ്ടായിരുന്നു, അതും കഴിച്ചു. ഒന്നും വേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് അതിനെ ഒന്ന് ഒരു പുരട്ടിയെടുത്തിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഞാനെന്ന് വെച്ചാൽ നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ടില്ല, ഒരു മീഡിയം രീതിയിൽ അത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് വെന്ത് കിടക്കണം. ഇറച്ചി അതായത് തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കിന്ന് ഉപ്പ് ഉണ്ടോ നോക്കാം. ഇതിനാവശ്യമുള്ള ഉപ്പുണ്ട്, കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കണം. നല്ല മസാല, ബിരിയാണി മസാലയുടെ ഒരു റെഡി ആയിട്ടുണ്ട്. 2-3 ഇട്ട് കാണിച്ചേ. ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്ത് ആ മസാലയായിട്ട് ഈ ചിക്കനെല്ലാം നന്നായിട്ട് പിടിക്കേണ്ട രീതിയിൽ നമ്മൾ ഇറക്കി കൊടുക്കണം. നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കണം. ആ സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ട് അതെല്ലാം കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ അങ്ങോട്ട് വെക്കുക. ഇത് നല്ല ഫ്രൈ ആയിരുന്നെങ്കിൽ ഇത്രയും മതിയായിരുന്നു. പക്ഷെ ഞാൻ നല്ലതായിട്ട് ഫ്രൈ ചെയ്യാത്തതുകൊണ്ട് കുറച്ചുകൂടെ അത് വേകണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. ചിക്കൻ ഇച്ചിരി കൂടെ വേണം. അപ്പോൾ എന്തെടുക്കണം രസം നടുക്ക്
ഒഴിച്ച് കൊടുക്കണം. രണ്ടും നടുക്കണം കുറച്ച്. തീക്ക് നല്ല ഫുള്ളായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ അതവിടെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാം. പൊട്ടി ഒലിച്ചു ഇവിടെ വെച്ച മട പൊട്ടിട്ട് നമ്മൾ നന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് തിളച്ച് ഒരു ഇച്ചിരി കൂടെ ഒന്ന് വെള്ളമൊക്കെ പറ്റി ഒന്ന് കുറുക്കി വരുമ്പോൾ നമുക്ക് ദമ്മിടും. ഇച്ചിരി വെള്ളം ഇപ്പം ഇതുണ്ട്, വെള്ളമാണ്. അപ്പം നമ്മൾ ബിരിയാണിയുടെ ആ ഒരു ഗ്രേവി ഉണ്ട്, ആ ഒരു ഗ്രേവി വരുമ്പോൾ നമുക്ക് നമ്മുടെ ചോറ് കൊടുക്കും. നമ്മളെ രണ്ട് മൂന്നെണ്ണം ഒന്ന് ഇട്ട് കാണിച്ചേ. നന്ന് ദമ്മ് വെക്കുവാണ് നമ്മളെ. ഉരുളിയിലായതുകൊണ്ടേ അതിങ്ങനെ പരന്ന് കിടക്കുന്നത് നമ്മൾ അതനുസരിച്ച് ഇട്ടു. നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും എല്ലാം ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെയും പുതിനയിലയുടെയൊക്കെ വലിപ്പം ഇച്ചിരി കൂടുതൽ. നാരങ്ങ ലാസ്റ്റ് നെയ്യ്. നമ്മുടെ ചോറിന് ഇച്ചിരി കൂടെ വേവുണ്ട്, അത് ഇതിൽ കറക്കാം. ഗ്രേവിയായിട്ട് മിക്സ് ചെയ്യാൻ റെഡി. തുറക്കാൻ വഴി ആട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇത് ചോറും ഇതും തന്നെ എടുക്കാം. അതതിൻ്റെ ഒരു ടേസ്റ്റും ഈ ഇറച്ചിയുടെയൊക്കെ ആവിയൊക്കെ മേലോട്ട് ചെന്ന് ചോറിലൊക്കെ പിടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടും. അണ്ടിപ്പരിപ്പ് ഒരു സൈഡിലായി പോകുന്നുണ്ട് കേട്ടോ, താഴത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ട്, മേടിൽ ഇറക്കുന്നില്ല കേട്ടോ. കട്ട ഇനി അത് ലാസ്റ്റ് ഇടത്തില്ല, എല്ലായിടത്തും വരും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇച്ചിരി വലുതാണ്. ഇതെല്ലാം റെഡിയാക്കുന്ന കറക്റ്റായിട്ട് ഇച്ചിരി ടൈം കൂടുതലായിരിക്കും. എപ്പോഴും ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടൊക്കെ ഇതായിരിക്കും. ഇത് കുടഞ്ഞിടാം. കുക്കറിൻ്റെ അകത്ത് ഇരുന്ന് ഇതുണ്ട്, ആ അരിയുടെ ഒരു തുള്ളി വെള്ളമില്ല, എല്ലാം പറ്റിപ്പോയിട്ടുണ്ട്. തുള്ളി വെള്ളമില്ലാതെ പറ്റിപ്പോയിട്ടുണ്ട്. എൻ്റെ വെള്ളം പോലും ഇല്ല, നമ്മൾ ഊറ്റേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ അതിനനുസരിച്ച് ചോറ് വെള്ളം ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് വേവും കിട്ടും, വെന്തും പോകത്തില്ല. കുക്കറാകുമ്പോൾ അതിൻ്റെ അകത്ത് ഇരുന്ന് തുടങ്ങി കറക്റ്റ് ഇരുന്ന് കിട്ടും. അപ്പം നമ്മുടെ ലാസ്റ്റത്തെ മീനിൽ കൊടുക്കണം. അതിൻ്റെ അകത്ത് നമ്മുടെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എസൻസ്. നാരങ്ങ നീര്
നെയ്യ് എല്ലാത്തും ഇട്ട് കൊടുക്കണം. ലാസ്റ്റിൽ നെയ്യ് ഞാൻ ആവശ്യത്തിന് ചോറിൻ്റകത്തും എല്ലാം ചേർത്തിട്ടുണ്ട്. എന്നാൽ ഇച്ചിരി കൂടുതൽ ഇട്ടണം. പിന്നെ ഞാനൊരു ദമ്മിട്ട് പെട്ടെന്ന് ദമ്മ് കയറുന്ന കാര്യമാണ്. ഈ ചോറിൻ്റെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് എല്ലായിടത്തും ഓരോ ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലായിടത്തും പെട്ടെന്ന് ആവി വരും. അങ്ങനെ ഇതായി ആവി വരണ്ട. എന്നോട് ചോദിച്ചപ്പോൾ സൈഡായി പോയതാ. നീ ഇത്രയും നേരം ഇത് ഓണാക്കാതെ ഇട്ടത് ഓഫാക്കി വെച്ചിട്ടുണ്ടോ കേട്ടോ ചെയ്തേ. എങ്കിലേ അത് ചൂടായിരിക്കും. ഇപ്പം ആദ്യം നമ്മൾ നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് അതിൻ്റെ ആവി ഒന്ന് വന്നു കഴിയുമ്പോൾ ചെറിയ ദമ്മിലിടുക. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ എടുക്കുക. എനിക്കിതിന് പറ്റിയ മൂടിപ്പാത്രം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ബേസിന് കറക്റ്റേ ബേസൻ വെച്ചോളൂ. ഓക്കെ, ഇനി ഇത് ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കണം. ഇതിന് ചൂടുണ്ട്. ഒന്ന് ചൂട് കയറി വരുമ്പം ഞാനിത് കുറച്ച് വെച്ച് കൊടുക്കുക. ഇറച്ചിയായിരുന്നു തിളയ്ക്കുന്ന ഒരു രീതി നമുക്കറിയാമല്ലോ. അപ്പോൾ അത് വെച്ച് കൊടുക്കും. ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. ഇനി അച്ചാറുണ്ടാക്കുക. അച്ചാറിനുള്ള എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചള്ളാസ് ഉണ്ടാക്കുക. ഇതൊക്കെയാണ് സ്പെഷ്യൽ. പിന്നെ ഇത് എടുക്കുമ്പം വേണം കാണിച്ചു തരാം കേട്ടോ. കറക്റ്റ് ഇച്ചിരി കൂടെ ആയി വരും. വെന്ത് ചോറൊന്നുകൂടെ ഇതാവും. വൈകുന്നേരത്തേക്കും കൂടെ ഉള്ള രീതിയിൽ ചോറൊന്ന് പൊലിക്കും. പിന്നെ ചള്ളാസും കൂടെ ഉണ്ടാക്കും. ഞാൻ വിളമ്പുമ്പം കാണിച്ചു തരാം. വിളമ്പം മറന്നു പോയില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. 3 റൗണ്ട് ചുറ്റിയപ്പോഴേ ക്ഷീണിച്ചു. പ്രായം കുറച്ച് മാറ്റേണ്ടി വരും. മുമ്പത്തെ പോലെ പറയില്ല. പ്രായം കൂടുതലും പേശികൾ 30% വരെ കുറഞ്ഞേക്കാം. അത് ഫലക്കുറവിന് കാരണമാകും. ഫലമോ ക്ഷീണം. അതുകൊണ്ട്